ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ലൊട്ടുക്ക്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ നമ്മളെ രണ്ടാമത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു പിയാനോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ സാധാരണ പോലെ തന്നെ വീട്ടിൽ കിട്ടുന്ന ഒരു കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ടും ഐസ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടും കുറച്ച് കളർ പേപ്പറുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയൊരു പിയാനോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബേസിക് സർക്യൂട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സർക്യൂട്ട് ഇതിലുള്ളത് കൊണ്ട് തന്നെ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടക്കം മുതൽ അവസാനം വരെ കാണുക. വളരെ ചെറിയൊരു സർക്യൂട്ടാണ്, അതുകൊണ്ട് തന്നെ ഏത് കുട്ടികൾക്കും വീട്ടിലിരുന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചെറിയ സർക്യൂട്ട് കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഓളിലിട്ട് വെക്കുക. എങ്കിലേ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലേക്ക്. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഉണ്ടാക്കാൻ ഏറ്റവും ആദ്യം നമുക്ക് ആവശ്യമായി വരുന്ന ഐറ്റമാണിത്, NE555 IC. ഈ IC ഒരു ടൈമർ IC ആണ്. ഇത് നമ്മുടെ സാധാരണ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ പിൻ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് 1 2 3 4 5 6 7 8 ഇതാണ് ഇതിൻ്റെ പിൻ കോൺഫിഗറേഷൻ. കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പിന്നിൻ്റെ നമ്പർ മാത്രമേ പറയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മളെ ഇടത് ഭാഗത്ത് നിന്നും IC മേലോട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് നിന്നും 1 2 3 4 5 6 7 8 ഇങ്ങനെയാണ് ഇതിൻ്റെ പിൻ കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ആദ്യത്തെ ഐറ്റം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കുറച്ച് 1K റെസിസ്റ്ററാണ്. ഓക്കെ, ഇതും നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു 8 പീസ് 1K റെസിസ്റ്റർ വേണം. ഇനി നമുക്ക് ഒരു 10 MUFൽ ഒരു കപ്പാസിറ്റർ വേണം. ഓക്കെ, ഇനി നമുക്ക് ഒരു 0.1 MUFൽ ഒരു കപ്പാസിറ്റർ വേണം. ഇത് എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ലായിരുന്നു, അതുകൊണ്ട് നമ്മളിതൊരു സർക്യൂട്ടിൽ നിന്ന് തൽക്കാലം എടുത്തതാണ്. ഓക്കെ, അപ്പം 0.1 MUFൽ നമുക്ക് ഒരു കപ്പാസിറ്റർ വേണം. അപ്പോൾ ഇനി നമുക്കൊരു സ്പീക്കർ വേണം. ഓക്കെ, ഞാനൊരു സ്പീക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു PCB വേണം. ഓക്കെ, നമുക്ക് ഈ കമ്പോണൻസൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു PCB വേണം. ഇനി നമുക്കൊരു 10Kയുടെ ഒരു പൊട്ടൻഷ്യോമീറ്റർ വേണം. നമ്മൾ ഇതിൻ്റെ ടെമ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൊട്ടൻഷ്യോമീറ്റർ വേണം. ഓക്കെ, ഇത്രയാണ് നമ്മളെ കമ്പോണൻസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബോർഡിൽ നമ്മൾ IC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ പിൻ നമ്പർ 1 2 നമ്മൾ ഒരു 0.1 MUFൻ്റെ കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. ഇനി ഈ 10 MUFൻ്റെ ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലെഗ് നമ്മൾ ICയുടെ മൂന്നാമത്തെ ലെഗിൽ നമ്മൾ ഈ ICയുടെ പോസിറ്റീവ് ലെഗ് നമ്മൾ കണക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മൂന്നാമത്തെ ലെഗിലേക്ക് നമ്മൾ ഈ കപ്പാസിറ്റർ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു 1K റെസിസ്റ്ററാണ്. നമ്മൾ ഈ 1K റെസിസ്റ്റർ ഈ 555 ICയുടെ 7ാമത്തെ നമ്പർ പിന്നിൽ നിന്ന് നമ്മൾ ഇത് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, 7ാമത്തെ നമ്പർ പിന്നിൽ നിന്നും നമ്മൾ ഈ ഒരു 1K റെസിസ്റ്റർ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 10K പൊട്ടൻഷ്യോമീറ്റർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം അതും നമ്മൾ ഈ ICയുടെ 7ാമത്തെ നമ്പർ പിന്നിൽ നമ്മൾ കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇതിൽ 8ാമത്തെ പിന്നും 4ാമത്തെ പിന്നും നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6ാമത്തെ പിന്നും 2ാമത്തെ പിന്നും നമ്മൾ ഒരു റെഡ് വയർ വെച്ചിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ 1 2 പിന്നുകൾ തമ്മിൽ ഒരു 0.1 MUF കപ്പാസിറ്റർ വെച്ചിട്ടും അതുപോലെ തന്നെ മൂന്നാമത്തെ പിന്നിൽ നിന്ന് നമ്മൾ
മൂന്നാമത്തെ പിന്നിൽ നിന്ന് നമ്മളൊരു കപ്പാസിറ്റർ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. 10μFൻ്റെ കപ്പാസിറ്റർ പുറത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സ്പീക്കറിലേക്ക് കൊടുക്കേണ്ട, അതിൻ്റെ നെഗറ്റീവ് പോളും നമുക്ക് സ്പീക്കറിലേക്ക് കൊടുക്കേണ്ട കണക്ഷനാണ്. അതിനുശേഷം നമ്മുടെ ഈ ICയുടെ 7ാമത്തെ പിന്നിൽ നിന്നും നമ്മളൊരു 1K റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് അതിലേക്കാണ് നമ്മൾ പോസിറ്റീവ് കണക്ഷൻ കൊടുക്കേണ്ട സ്പോട്ട് അതാണ്. കൂടാതെ ഈ 7ാമത്തെ പിന്നിൽ തന്നെയാണ് നമ്മൾ ഈ പൊട്ടൻഷ്യോമീറ്ററൂടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്യാം. ഞാനൊരു സ്പീക്കർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലെഗിൽ നിന്ന് ആണ് നമുക്ക് ഒരു സ്പീക്കറിൻ്റെ ഒരു വയർ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് ലെഗിൽ നിന്ന് നമുക്ക് ഈ സ്പീക്കറിലേക്കുള്ള ഒരു കണക്ഷൻ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലെഗിൽ നിന്ന് നമ്മൾ ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ICയുടെ 1ാമത്തെ നമ്പറിൽ പിന്നിൽ നിന്നാണ് നമുക്ക് അടുത്ത കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്പീക്കറിൻ്റെ 2 വയറുകളും കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ റെസിസ്റ്ററിൻ്റെ ഈ ലെഗിൽ നിന്നും നമുക്ക് ഈ ICയുടെ 8ാമത്തെ നമ്പർ പിന്നിലേക്ക് ഒന്ന് ഷോർട്ട് ചെയ്യണം. കാരണം നമുക്ക് പോസിറ്റീവ് കണക്ഷൻ കൊടുക്കേണ്ടത് ഇവിടെയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ ഇവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ നെഗറ്റീവ് ലൈൻ നമ്മൾ ICയുടെ 1ാമത്തെ നമ്പറിൽ നമ്മൾ നെഗറ്റീവ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഐസ് സ്റ്റിക്കുകൾ എടുക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ റോബോട്ടിന് ഉണ്ടാക്കിയതിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ കീസ് ഉണ്ടാക്കുന്നത്, പിയാനോയുടെ കീ. അപ്പോൾ നമ്മളിങ്ങനെ 2 ഐസ് സ്റ്റിക്കുകൾ തമ്മിലിങ്ങനെ കൂട്ടി ഒട്ടിച്ചിട്ടെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് നല്ലൊരു ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഫ്ലെക്സ് ക്യൂക്കോ സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതുപോലെ 2 പീസുകൾ തമ്മിൽ ഒട്ടിച്ചിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനത്തെ ഒരു 8 പീസ് വേണം. 8 പീസ് നമ്മളിങ്ങനെ 2 എണ്ണം കൂട്ടി ഒട്ടിച്ച് നമ്മളൊരു 8 പീസ് ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മുടെ പിയാനോയുടെ കീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു അലുമിനിയം ഫോയിലാണ്. ഇത് നമ്മുടെ സാധാരണ നമ്മളെ ഈ ഡിസ്പോസ് പ്ലേറ്റുകളും ഗ്ലാസ്സുകളൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പുകൾ കിട്ടും. അപ്പം ഈ അലുമിനിയം ഫോയിൽ നമ്മുടെ ഈ ഒരു സ്റ്റിക്കിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഒട്ടിച്ചിട്ടെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റിക്കുകളും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചിട്ടെടുക്കണം. അപ്പോൾ റെഡിയാണ്, നമ്മൾ എല്ലാ സ്റ്റിക്കുകളും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഈ അലുമിനിയം ഫോയിൽ നമ്മൾ സ്റ്റിക്കിൻ്റെ മേലെ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള നമ്മൾ എല്ലാ സ്റ്റിക്കുകളും നമ്മളിങ്ങനെ അലുമിനിയം ഫോയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുകൂടാതെ ഇനി ഈ ഒരു മറ്റേ സൈഡിൽ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 8 സ്റ്റിക്കുകളും ഒക്കെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1K റെസിസ്റ്ററാണ്. ഈ 1K റെസിസ്റ്റർ നമ്മളുടെ കീകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന തരത്തിൽ, അതായത് ഒരു കീയിൽ റെസിസ്റ്ററിൻ്റെ ഒരു കാലും മറ്റേ കീയിലേക്ക് അടുത്ത കാലുമായിട്ട് നമ്മൾ 8 കീകളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ 8 കീകളും തമ്മിൽ നമ്മൾ ഈ ഒരു 1K റെസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് പെട്ടിയുടെ ഒരു പീസ് എടുക്കാം. അതിൽ നമ്മൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഇവിടെ ആയിട്ട് നമ്മളിതിവിടെ ഒട്ടിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നന്നായിട്ടൊന്ന് അമർത്തി ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു പീസ് കൂടെ, ഒരു ചെറിയൊരു പീസ്, അതിനേക്കാളും വീതി കുറഞ്ഞൊരു പീസ് കൂടെ നമ്മൾ അതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്നു. ഓക്കെ, നന്നായിട്ട് അമർത്തി ഒട്ടിക്കുക. നന്നായിട്ട് നല്ല പെട്ടെന്ന് ഒട്ടുന്ന ഏതെങ്കിലും ഗ്ലൂ ഉപയോഗിച്ച് നന്നായിട്ട് അമർത്തി ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ കീകൾ നമ്മൾ ഇതിൻ്റെ മേലെ നല്ല കറക്റ്റായിട്ട് വെച്ചിട്ട് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് ഒട്ടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ കീകൾ നമ്മളിവിടെ നല്ല അമർത്തി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ വീണ്ടും കുറച്ച് വീതി കുറഞ്ഞ ഒരു പീസ് എടുത്തിട്ട് നമ്മളതുപോലെ തന്നെ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മളിതിൻ്റെ മേലെ ഇതിന് കറക്റ്റായിട്ട് മേലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ചെറിയൊരു ചെരിവ് ഉണ്ടായിട്ടുണ്ട്. അത് ഹോട്ട് ഗ്ലൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പിന്നീട് പറിച്ചെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഓക്കെ, അതിന് മേലെ നമ്മൾ വീണ്ടും ഇതുപോലൊരു പീസ് നന്നായിട്ട് ഒട്ടിച്ചിട്ടെടുക്കണം. അത് നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു റബ്ബർ ബാൻഡാണ്. ഒന്നല്ല, നമുക്കൊരു 8 പീസുകൾ വേണം. അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊരു 8 പീസുകൾ എടുത്തിട്ട് നമ്മൾ ഓരോ കീയുടെയും ബാക്കിൽ ഇതുപോലെ നന്നായിട്ട്
ഒട്ടിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ 8 കീകളും ഒട്ടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കൊരു ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളെ കീകൾ. അതിനുശേഷം ഇതൊരു ചെമ്പ് തകിടാണ്. ഇത് പൂജാ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇലക്ട്രോണിക് ഷോപ്പുകളിലും കിട്ടും. ഇത് ഞാൻ പൂജാ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെമ്പ് തകിട് ഈ കീകളുടെ താഴെയായിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഗ്ലൂ വെച്ചിട്ടുണ്ട്. ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഈ ചെമ്പ് തകിട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്നും ഒരു വയർ പുറത്തേക്ക് എടുക്കാം. നമുക്കതിലൊരു വയർ കണക്ട് ചെയ്തിട്ട് അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത് നമ്മുടെ സ്വിച്ചിലേക്കുള്ള, നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് വരുന്ന സ്വിച്ചിലേക്ക് കൊടുക്കേണ്ട കണക്ഷനുള്ള വയറാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ കീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് ഷീറ്റിൽ ഒരു കളർ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിക്കാം. നല്ല ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു. ഓക്കെ, ഇനി മറ്റേ സൈഡിലും നമ്മൾ അതുപോലെ തന്നെ ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഒരു നല്ല ഗ്ലൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് ഒട്ടിച്ചിട്ടെടുക്കാം. ഓക്കെ, ഇതിന് ശേഷം നമ്മളൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇതിലിങ്ങനെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞിട്ടുണ്ട്. കാരണം അതൊന്ന് ഫ്ലെക്സിബിൾ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് വരഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു പീസ് നന്നായിട്ട് ഒട്ടിച്ചിട്ടെടുക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ ഈ ബാക്കിൽ ഇങ്ങനെ നമ്മൾ വരയിടുന്നത് കൊണ്ട് തന്നെ, ബ്ലേഡ് കൊണ്ട് വരയിടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണ്ട ആകൃതിയിൽ നമുക്കിതിനെ വളച്ചിട്ടെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ബാക്കിൽ കവറിങ് ആയിട്ട് നമ്മളിത് നന്നായിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിന് കാലുകൾ വെക്കണം. ഓക്കെ, ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പേപ്പർ ഒട്ടിക്കണം. ഒപ്പം നമുക്കിതിൻ്റെ ബാക്കിൽ താഴെയായിട്ട് കാല് വെക്കണം. അപ്പോൾ ആ കാല് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ മേലെ നമ്മളൊരു എൽ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കളർ പേപ്പർ ഒട്ടിച്ചതാണ്. നമ്മളത് 4 ഭാഗത്തായിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഇരിപ്പ് കൂടെ, നമ്മുടെ പിയാനോയുടെ ഇരിപ്പ് കൂടെ നമുക്ക് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്യൂട്ട് എടുത്തു. അതിനുശേഷം നമ്മൾ ഈ സ്പീക്കർ ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്യാം. നമ്മൾ ഈ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ ഈ സ്പീക്കർ ഇവിടെ ഒന്ന് അമർത്തി വയ്ക്കുകയാണ്. നമ്മളിവിടെ ഒട്ടിച്ചു വെച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിന്ന് കൊടുക്കേണ്ട കണക്ഷൻ ഇങ്ങനെയാണ്. 6ാമത്തെ ലെഗിൽ നിന്നും, ICയുടെ 6ാമത്തെ ലെഗിൽ നിന്നും, അതുപോലെ തന്നെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ബാക്കി വരുന്ന ഒരു ലെഗിൽ നിന്നും നമുക്ക് ഈ ഒരു കണക്ഷൻ, നമുക്ക് സ്വിച്ചിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മേലെയായിട്ട് ഇതിനൊരു ടോപ്പ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അത് തുറക്കുന്ന രീതിയിലായതുകൊണ്ടാണ് നമ്മൾ ആ പേപ്പർ ഇങ്ങനെ ബാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ ഒട്ടിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ പിയാനോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഉഷാറായിട്ട് നമ്മുടെ പിയാനോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വർക്കിംഗ് കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മളെ പിയാനോ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം നമ്മളെ പിയാനോ നമ്മൾ നേരത്തെ വർക്ക് ചെയ്ത് കണ്ടതാണ്. അപ്പം വളരെ കുറഞ്ഞ ചിലവിൽ നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന ചെറിയ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പിയാനോ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. റെഡി? അപ്പോൾ ഇതാ ഇങ്ങനെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട്, ഒരു എന്റർടൈനിങ് വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തതായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ് ശരത്, ഒപ്പം ക്യാമറാമാൻ ഒത്തി ശ്രീപ്രിയ.